എവ്രിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ട് ഇന്ന് നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ 15 GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസും ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസുകാർ കറക്റ്റായിട്ട് തന്നെ ആ ഒരു മേഖലകൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഇത് ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാം ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക കേട്ടോ. ഏതൊക്കെ മേഖലകളിൽ നിന്നുമാണ് വന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത് പ്രൊഫഷണൽ ആൻസർക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആൻസർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന വീഡിയോസിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കി പോവുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മിഡീവൽ ഇന്ത്യയിൽ നിന്നുമാണ്. ദ ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇബ്രാഹിം ലോധിയാണ് കേട്ടോ. അപ്പോൾ ഇബ്രാഹിം ലോധിയാണ് ഏറ്റവും അവസാനത്തെ ഡൽഹി സുൽത്താനിലെ ലോധി ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളർ എന്ന് പറയുന്നത്. അപ്പം ഈ മിഡീവൽ ഹിസ്റ്ററി മൊത്തം പഠിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ആദ്യത്തെ ഓരോ ഡൈനാസ്റ്റിയുടെയും ആദ്യത്തെ റൂളർ ആരാണ്, അവസാനത്തെ റൂളർ ആരാണ് എന്നുള്ള രീതിയിലെങ്കിലും ഒന്ന് നോക്കി വെച്ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് എഴുതാൻ പറ്റാതായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെങ്കിലും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റാമ്പ് ആക്ട് ആൻഡ് ടൗൺഷെൻഡ് ആക്ട് വർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷനും കൂടിയാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട ആക്ടാണ് ഇത് സ്റ്റാമ്പ് ആക്ട് ആൻഡ് ടൗൺഷെൻഡ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലൈമറ്റ് ടൈപ്പ് ഈസ് കോമൺ ടു സദേൺ കാലിഫോർണിയ, സെൻട്രൽ ചിലി ആൻഡ് നോർത്ത് സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയുടെ സദേൺ ടിപ്പിലും അതുപോലെ തന്നെ കാലിഫോർണിയയുടെ സൗത്തും സെൻട്രൽ ചിലിയിലുമൊക്കെയുള്ള കാലാവസ്ഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി പ്രിലിംസുകാർ നോക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബിലോ are the horizons of a mature soil profile. Arrange them in the proper sequence from the surface to bedrock. Surface to bedrock ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൊറൈസൺ, എ ഹൊറൈസൺ തന്നിട്ടുണ്ട്, ഒ ഹൊറൈസൺ, ബി ഹൊറൈസൺ, ഇ ഹൊറൈസൺ, സി ഹൊറൈസൺ, ആർ ഹൊറൈസൺ എന്നിങ്ങനെ 6 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അതിനൊരു പിക്ചർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സോയിൽ ഹൊറൈസൺ എന്ന് പറയുന്നത്. നമുക്ക് സർഫസിൽ നിന്നും ബെഡ് റോക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. തിരിച്ച് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ഓർഗാനിക് ലെയർ ആണ്, അതാണ് ഒ ഹൊറൈസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്നത് മിനറൽസ് ആൻഡ് ഹ്യൂമസ് ആണ്, ടോപ്പ് സോയിൽ ആണ്. അത് കഴിഞ്ഞ് ഇ ഹൊറൈസൺ ആണ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാണ് ബി ഹൊറൈസൺ വരുന്നത്. അതിനുശേഷം പാരന്റൽ റോക്കുള്ള സി ഹൊറൈസൺ, അതിനുശേഷം ലാസ്റ്റ് ബെഡ് റോക്ക് എന്നുള്ളത് ആർ ഹൊറൈസൺ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഒ എ ഇ ബി സി ആർ എന്നുള്ള രീതിക്കാണ് വരുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമോങ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതാണ് എന്ത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സസും അതുപോലെ തന്നെ സബ്സിഡീസ്, അതിൽ നിന്ന് സബ്സിഡീസ് മൈനസ് ചെയ്തതും കൂടെ ചേർത്തിട്ടാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതാണ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് നോക്കുക. അതുപോലെ among the following which was the central objectives of 12th 5-year plan. സെൻട്രൽ ഒബ്ജക്റ്റീവ് ഓഫ് 12th 5-year plan ആണ് ചോദിച്ചിരിക്കുന്നത്. ചാടിക്കറി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഴുതുന്നത്. ആൻസർ വരുന്നത് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നതാണ് സെൻട്രൽ ഒബ്ജക്റ്റീവ് ഓഫ് 12th 5-year plan എന്ന് പറയട്ടോ. സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിലുള്ള എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്ന് എടുത്ത് പറയുന്നത്. ഈ ഒരു സെയിം സെന്റൻസ് തന്നെയാണ് നമുക്ക് സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിന്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ്, ഹു സെർവ്ഡ് ആസ് എ ചീഫ് ഗസ്റ്റ് അറ്റ് ദ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഇൻ ഇന്ത്യ 2025. 2025 റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പാബോ സെബിനാൻറ്റോ ആണ് കേട്ടോ. പഠിച്ചു വെച്ചിരിക്കുക, ഇനിയും റിപ്പീറ്റഡ്ലി ചോദിക്കാം. റിപ്പബ്ലിക് ഡേ ഗസ്റ്റുകളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ടിന്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 213(1) of the Indian Government of India Act 1935 allowed the federal court to give advisory options to the Governor General. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സെക്ഷൻ 213(1) എന്താണ് പറയുന്നത്? ഗവർണർ ജനറലിന് എന്ത് ചെയ്യാം? അഡ്വൈസസ് തേടാം. എവിടെ നിന്ന്? ഫെഡറൽ കോർട്ടിൽ നിന്നും അഡ്വൈസസ് തേടാം എന്നുള്ളതാണ് ആ ഒരു സെക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ്
ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ നിന്നും അഡ്വൈസറി ആയിട്ടുള്ള കാര്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 143 എന്ന് പറയുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ റൂളിംഗ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് അഡ്വൈസറി ആൻഡ് ദ പ്രസിഡന്റ് ഹാസ് ദ ഓപ്ഷൻ ടു ഫോളോ ഓർ നോട്ട് ടു ഫോളോ ഇറ്റ്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആർട്ടിക്കിൾ 143 പ്രകാരം തന്നെയാണ് പറയുന്നത്. എന്താണ് സുപ്രീം കോടതി എന്താണ്? ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. പ്രസിഡന്റിനെ ഉപദേശിക്കാനുള്ള, അല്ലെങ്കിൽ പ്രസിഡന്റിന് ആ ഒരു എന്ത് മാറ്ററിലാണോ പ്രസിഡന്റ് ഉപദേശം തേടിയിട്ടുള്ള അതിനെക്കുറിച്ച് പറയാം. അത് പ്രസിഡന്റിനെ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പ്രസിഡന്റിന്റെ മാത്രം തീരുമാനമായിരിക്കും കേട്ടോ. അടുത്തത് തന്നിരിക്കുന്നത് ദ സുപ്രീം കോർട്ട് മേ ചൂസ് ടു ഓഫർ ഓർ റെഫ്യൂസ് ഇറ്റ് ഒപ്പീനിയൻ ടു ദ പ്രസിഡന്റ് ഓൺ ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഫ്രം പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസ്, എഗ്രിമെന്റ്സ് ഓർ കവനന്റ്. ഇത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസ്, എഗ്രിമെന്റോ കവനന്റിനും ഒക്കെ എന്താണ് മസ്റ്റായിട്ടും സുപ്രീം കോർട്ട് എന്ത് ചെയ്യണം? സുപ്രീം കോർട്ടിന്റെ ഒപ്പീനിയൻ കൊടുത്തേ പറ്റുള്ളൂ. അത് ബാക്കിയുള്ള ലോസും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ആണ് പ്രസിഡന്റ് തീരുമാനം ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉപദേശം ചോദിക്കുന്നതെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യാം? അതിന് ഉപദേശം കൊടുക്കാതിരിക്കാം, അതല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാം, കൊടുക്കാതിരിക്കാം. അത് സുപ്രീം കോടതിയുടെ കയ്യിലുള്ള തീരുമാനമാണ്. പക്ഷേ എന്തിന്റെയൊക്കെ ബേസിൽ വരുമ്പോൾ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസോ എഗ്രിമെന്റോ കവനന്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യണം? മസ്റ്റായിട്ടും എന്ത് ചെയ്യണം? പ്രസിഡന്റിന് അതിനായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. സാധാരണ ജനറൽ ആയിട്ടുള്ള ലോസും ആക്ടിനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ സുപ്രീം കോടതിന് എന്ത് ചെയ്യാം? ഡിനേ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്തിന്റെ കാര്യത്തിൽ പറ്റില്ല? പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസ്, എഗ്രിമെന്റ്, കവനന്റിന്റെ കാര്യത്തിൽ ഇത് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി എന്നുള്ളതാണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ ഇന്ത്യ. നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ശരി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The fundamental rights provided in Article 19 were automatically suspended. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് 19 പ്രകാരമുള്ള ആർട്ടിക്കിൾസ് എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയി പോകും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 358 addresses the suspension of Article 19, while Article 359 pertains to the suspension of other fundamental rights. 19 എന്തിനും ഇതിലാണ് പോകുന്നത്? 358 പ്രകാരവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് 359 പ്രകാരവുമാണ് പോകുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 20 and 21, 20 and 21 കനോട്ട് ബി സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? എപ്പോഴും ബി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആണ്. 20യും 21ഉം ആണ്, ഓർത്തിരിക്കുക. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതർ റൈറ്റ്സ് മേ ബി സസ്പെൻഡഡ് ബൈ ദ പ്രസിഡന്റ് ത്രൂ എ സെപ്പറേറ്റ് ഓർഡർ ഇഷ്യൂഡ് ടു ദാറ്റ് എഫക്ട്. അപ്പോൾ ഒരു ഓർഡർ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ബാക്കിയുള്ള ആർട്ടിക്കിൾസ് എന്താണ് സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നതും ശരിയാണ്. ആർട്ടിക്കിൾ 359 പ്രകാരമാണിത് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അതുകൊണ്ട് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദി എബവ് ആർ കറക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ നല്ല ഡീപ്പായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ, ഡിഗ്രി പ്രിലിംസ് ഉള്ളവരെ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്? സിവിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്, അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following are the titles of 4 famous novels written by M.T. Vasudevan Nair with the name of the central characters noted against each. Identify the wrongly paired one among these. അപ്പം എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളും അതിന്റെ കഥാപാത്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പൊ തന്നിരിക്കുന്നത് 2-ാം ഊഴം ഭീമൻ, അതുപോലെ തന്നെ അസുരവിത്ത് ഗോവിന്ദൻകുട്ടി, 4 കുഞ്ഞുണ്ണി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, കാലം സേതു. അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ളത്? 4 കുഞ്ഞുണ്ണി എന്നുള്ളതാണ്. അപ്പുണ്ണി എന്നുള്ളതാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. 2-ാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഭീമൻ തന്നെയാണ്. അസുരവിത്തിൽ ഗോവിന്ദൻകുട്ടിയാണ്. അതുപോലെ കാലത്തിൽ സേതുമാധവനാണ് കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. റോങ് ആയിട്ട് ഇവിടെ ഉള്ളത് 4 കുഞ്ഞുണ്ണി എന്ന് പറയുന്നതാണ്. അപ്പുണ്ണിയാണ് അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഇനി ഗുഗേഷ് ദൊമ്മരാജു ബിക്കെയിം ദ FIDE വേൾഡ് ചെസ് ചാമ്പ്യൻ ഇൻ 2024 ബൈ ഡിഫീറ്റിംഗ് വിച്ച് അമോങ് ദ ഫോളോയിങ് പ്ലെയേഴ്സ്? ഏത് പ്ലെയറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഗുഗേഷ് ദൊമ്മരാജ് ഗുഗേഷ് എന്ന് പറയുന്നത് വേൾഡ് ചെസ് ചാമ്പ്യൻ ആയത് 2024? ആരെയാണ് ബീറ്റ് ചെയ്തത്? ഡിങ് ലിറനെയാണ് ബീറ്റ് ചെയ്തത് കേട്ടോ. കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. മാഗ്നസ് കാൾസൺ എന്ന് പോയി എഴുതരുത്, ഡിങ് ലിറൻ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിൽ തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അത് തെറ്റാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലിയല്ല.
ബാക്കിയുള്ളതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രോസസ് മാനേജ്മെന്റ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ്സ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഷെഡ്യൂളിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് ദ പ്രോസസ്. ഇതെല്ലാം പ്രോസസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതാണ്. അതുപോലെ മെമ്മറി മാനേജ്മെന്റിൽ എൻഷുവേഴ്സ് ഒപ്റ്റിക്കൽ അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് റാം ടു റണ്ണിംഗ് പ്രോസസ്. അതും ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി തന്നെയാണ്. അതുപോലെ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ ഹാർഡ്വെയർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണത്, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. എന്നാൽ എന്തല്ല പ്രൈമറി ഫംഗ്ഷൻ എന്തല്ല? ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് കോഡ് ഇൻ ടു മെഷീൻ കോഡിലോട്ട് മാറ്റുന്നത് എന്തിന്റെ ജോലിയല്ല? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലിയല്ല. അതിനാണ് നമ്മൾ കമ്പൈലറും അസംബ്ലേഴ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനാണ് അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിൾ അല്ലാത്തത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. മോക്സില്ല ഫയർഫോക്സ് ആണ്, അതൊരു വെബ് ബ്രൗസർ ആണ്. ബാക്കി ഗൂഗിൾ, ബിങ്, അതുപോലെ യാഹു എന്നുള്ള എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. നമ്മൾ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിനകത്ത്. ആ ഒരു ഹോട്ട് ടോപ്പിക്സിനകത്ത് പറഞ്ഞിട്ടുള്ള മിക്ക ടോപ്പിക്സുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക, ഇനിയുള്ള ഡിഗ്രി ലെവലുകാരും. അതുപോലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സാറ്റലൈറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ISRO ടു സപ്പോർട്ട് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് സർവീസ്? മെയിൻലി ഇമ്പോർട്ടൻറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. GSAT 24 ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗിനും അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗിനും വേണ്ടി ISRO ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതാനുള്ളവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഈ പറയുന്ന ടോപ്പിക്കുകളും ഒക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. അപ്പം ഇത്രയാണ് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.